യേശുവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ എല്ലാവരെയും യേശുവെ അങ്ങയുടെ അരങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ചപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്നും കാണിച്ചില്ലല്ലോ. കുറിച്ച് കളിക്കാം കേട്ടോ. എൻ്റെ അമ്മേ, എൻ്റെ മകൻ്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം പ്രാർത്ഥനയാണോ അതോ സർക്കസാണോ? എന്തുവാ ആത്മശാന്തി കിട്ടണോ? മനസ്സമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുക. എന്റെ പിതാവേ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങളുടെ നേർച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കണേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവന്റെ അറിയില്ലേ? ഞങ്ങളെല്ലാവരും അങ്ങയുടെ നാമം പൂജിതമാകണം. എന്റെ മോളിക്കുട്ടി, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോയില്ല. ആ കോഴിക്കോട് വേളാങ്കണ്ണിക്കാ പോകുന്നത്. ആ കോഴിക്കോട് തുറന്നു വിട്ടാ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ആ കോഴിക്ക് വീട്ടിൽ കൊടുക്കാൻ വേണ്ടേ? കോഴിക്ക് വീട്ടിൽ കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയുന്ന നമ്പരേന്ത്യയുണ്ട്. ഒരേ ഒരു ചെറുപ്പം കുടി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് വിളിച്ചിരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി തിളച്ച് പൊങ്ങും അവിടെ. ആ കഞ്ഞി അടുക്കള തിളച്ച് പൊങ്ങനെ കണ്ടോ? പൊങ്ങുന്ന ഒരു ഇഷ്ടി എടുത്ത് കടലാന്ന് പോകും. എന്തെന്നാമേ ആ ചെറുക്കൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കാവൻ കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണി ചെന്ന് അവന്റെ മുടിയിറക്കാവും? മുടിയിറക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എന്നെ നേടി തന്നിട്ടുണ്ട്. അമ്മേ, എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളൂ. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുബു, രഞ്ജിത്ത്, ദിനേശ്, ഇവന്മാരുടെ എല്ലാം മണ്ടേന്ന് ഇടുക്കി വീണേ. മണ്ടേ മാത്രമാക്കണ്ട, ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും സൺഡേയിലും ഒക്കെ അങ്ങ് ഇടുക്കി വീണേ. ആദ്യത്തെ ഒരു ദിവസം പോലും ഇവന്മാർ തലപൊക്കി എന്നെ എങ്ങനെ വിളിച്ചോണ്ട് പോയി. അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച് കയറിയിട്ട് അമ്മേ, അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനിലുള്ള പിശാച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. വിട്ടുപോട്ടെ, പിശാച് വിട്ടുപോട്ടെ. സന്നിധിയിലുള്ള പിശാച് സന്നിധി വിട്ടുപോട്ടെ. ഏതെങ്കിലും പോട്ടെ സന്നിധൻ വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ. പിശാച് വിട്ടുപോട്ടെ. അത് ശരി, അത് കൊള്ളാലോ. ഒരിക്കൽ വരാൻ പറഞ്ഞ് വിട്ടുപോക്കോളെ. ഞാൻ പോവാ. എടാ, അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോകട്ടെ എന്നാടാ. അന്നപ്പോ നീ എന്താ വർത്തമാനം പറയുന്നത്? ഈ കോലം കണ്ട ഏതെങ്കിലും പിശാചിയോടെ വന്ന് ഇരിക്കൂ. അപ്പോഴാണ് ജീവനം കൊണ്ട് അത് വിട്ടു പോകത്തില്ലയോ? എന്നാ പോലെ പാടായിട്ട് ഇത്തിരി വൃത്തിയും പണിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. സ്റ്റൈലല്ലേ? എന്താ സ്റ്റൈല്? അന്യൻ. ഈ സ്റ്റൈലായിട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നീ എന്നേക്കുമാണ് അന്യനാവും. ഇറക്കി വിടുവന്ന് കർത്താവ് പറഞ്ഞേക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാവോ? അന്നൊരു കാര്യം, അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാവോ? എന്നാ ഞാൻ വേർപ്പ് കൊണ്ടാവില്ല. എന്നിട്ട് ഏട്ടാ അപ്പം ഞാൻ എന്റെ വേർപ്പ് അപ്പത്തിന്റെ വെളുത്തോളൂ. അതാ പിന്നെ ഒരു മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ അതിനൊക്കെ ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്ന വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷയിൽ പോകും. സ്റ്റേഷൻ വരെ. അത് കഴിഞ്ഞ ട്രെയിനെ കയറി നാഗപട്ടണം തറങ്ങും. അവിടുന്ന് ബസ്സെ കയറി നമ്മളങ്ങ് പോകും. പക്ഷെ അമ്മച്ചി നേർച്ച നേർന്നേക്കുന്ന ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേർച്ച വലിക്കണമെങ്കിൽ നടന്ന് പദയാത്രയായിട്ട് പോയെങ്കിലേ നേർച്ച വലിക്കുള്ളൂ. അറിയാവോ? പദയാത്രയായിട്ട് പോകണം. അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട് മോനെ സന്നിക്കുട്ടി. നീ ഇപ്പോ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്ന് ഇങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ നിന്റെ വായിന്ന് പദ വരുമോ? അതാണ് പദയാത്ര. അഥവാ പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യൊക്കെ കിട്ടുന്നത്. അവൻ പദയാത്ര തിരക്ക് വന്നിരിക്കുന്നു. മുടി വെട്ടാൻ നോക്കണം. ഇതിന്റെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാൽ പോരാണോ? ഞാൻ കണ്ണൂരി നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിക്കാം. നീ അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെഞ്ചരിയാൻ. പള്ളിയുടെ പണി നടക്കുവാ. സംഭാവന ചോദിക്കും. നിങ്ങൾ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കിയതോ? അതെ, ഞാൻ ഈ തമിഴൊക്കെ പറയേണ്ട അങ്ങോട്ട് എല്ലെങ്കിൽ തമിഴ് നമുക്ക് ഈ ഭരണങ്ങാനം പള്ളി പോയി മുടി വെച്ചാൽ പോരെ. ഭരണങ്ങാനം പള്ളിയാണോ നേരത്തെ വന്നിരിക്കുന്നത്? വേറെ പള്ളി ചെന്ന് മുടിയാക്കണമെന്നല്ലേ നേരത്തെ വന്നിരിക്കുന്നത്? അത് തമിഴറിയാമോ നമുക്ക്? തമിഴ് പഠിക്കാൻ വേണ്ടി നമ്മുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ, ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്ന് രണ്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമോ? അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. ജോസൂട്ടി വന്നല്ലോ. ഇത്
ഇത് അതെ കാണുമ്പോൾ ഇതുതന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താണ്? ഇത് ആർക്കാണ് ഉണക്കാപ്പറ്റുണ്ടോ ഒരൊറ്റ വീക്കാൻ പറ്റുന്നു. ഉണക്കാപ്പത്തിലല്ല, വണക്കം, നമസ്കാരം. ഓ അങ്ങനെ അപ്പൊ പോകാനുള്ള റെഡിയൊക്കെ ആയിട്ടില്ല. റെഡിയായി മോളെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ പാടല്ലോ. അപ്പൊ ഇറങ്ങിയ നമുക്ക് ഉടനെ അങ്ങ് പോയേക്കാം. പക്ഷേ തമിഴ്നാട്ടിലോട്ടാ പോകുന്നത്. തമിഴ് വല്ലതും അറിയാവോ? അല്ല അതിനല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾ കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിസ്സാരമായി നമ്മൾ ഇവിടെ നേരെ തമിഴ്നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ ഏതൊരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം അന്നൈ വണക്കം, അല്ലേ അന്നൈ. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണൈ, ഞാൻ പറയാം. പെണ്ണുങ്ങളാണെങ്കിൽ അക്ക, അന്നൈ, അക്കൈ. ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു. നമ്മൾ അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണം എങ്ങനെയാണ് തമിഴ് പറയുന്നത്? നിസ്സാരമായിട്ട് പറയാമല്ലോ. നമ്മളിപ്പോ ഒരാണുങ്ങളാണ് കാണുന്നതെങ്കിൽ അണ്ണാ കൊഞ്ചം തണ്ണി തരുമാ. അത് ശരി, ഇതായിരുന്നു കുഞ്ചൻ തന്നെ ചോദിച്ചാൽ കുഞ്ചനല്ലേ കിട്ടും. കൊഞ്ചം. നീ എവിടെ പോകുന്നു? വേളക്കണ്ണി വേളാങ്കണ്ണി. എന്തിനാ പോകുന്നത്? വേണ്ട മുടി ഇറക്കണം. അവിടെ നേർച്ചയാ. എന്റെ കല്ലൂരി നിന്ന് കള്ളുകൂടി നിർത്തി വേളാങ്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറങ്ങി സുന്ദരനാക്കണം. തമിഴ് അറിയുന്നില്ലല്ലേ? ഈ മൂച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ യാത്രയും അങ്ങനെ ആകുമോന്ന് എന്റെ പേടി. നമുക്ക് ഈ യാത്ര ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അല്ലെ ഈ മുടിയായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുവാണെങ്കിൽ തേനീച്ച വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടുകയും അതുകൊണ്ട് പറഞ്ഞത് അപ്പച്ച അവൻ പറഞ്ഞ വിട്ടോ വിട്ടോ മുടിയും വളർത്തിക്കൊണ്ട് വൃത്തിയും കൊണ്ട് നടക്കുന്നു. പോത്തിറച്ചി മറ്റേ ഒരു 4 പേർ കൊണ്ടാണ് ചോറ് എടുക്കണം കേട്ടോ. സനീറ്റിന് പോത്തിറച്ചി വലിയ ഇഷ്ടമാണ്. വെയിലേ ഇരുന്ന് തിന്നാം. നമ്മളൊരു 4 ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വേളാങ്കണ്ണി ചെന്ന് അവിടെ നിന്ന് താമസിച്ചു. പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ ഇവിടെ 4 ദിവസം കഴിയും. അയ്യോ എന്റെ കോഴി പട്ടിണിയായി പോകും. ആ കോഴിനെ കൂടെ കൊണ്ടുപോകാൻ കോഴി മാത്രം ഉണ്ടല്ലോ. ആ ആടിനെ താറാവിനെ എടുത്ത് വണ്ടി എഴുതിയേക്കാം. ഈ കോഴിയും താറാവിനെയും ആടിനെയൊക്കെ ഈ വണ്ടിക്കകത്ത് ഇരുന്നോ യോഗയുടെ പെട്ടകോ? ഇത് ജോസുകുട്ടിയുടെ ഓട്ടയാണ്. അമ്മയ്ക്ക് കയറിയില്ല. നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചിന്റെ റായി എടുത്ത് തലേ വെച്ചോണ്ട് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? അറായത്ത് മട്ട. അയ്യോ ആയില്ല. രാവിലെ നാക്ക് പഠിച്ച കണ്ണീർ എടുത്തൊക്കെ അപ്പച്ച വേറൊക്കെ ചെയ്യും. എനിക്കൂടെ തരുമോ? കൂട്ടം തെറ്റി പോകരുത്. സൂക്ഷിച്ചൊക്കെ വേണം. ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അവിടെ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണും. യുവർ അറ്റൻഷൻ പ്ലീസ്. അപ്പൊ തന്നെ അത് അവര് പറഞ്ഞ അറ്റൻഷൻ കാർഡ് നിൽക്കാൻ. അയ്യോ അറ്റൻഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. എടാ നീ ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്തോ എന്റെ മൂത്ത ചേട്ടൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പട്ടാളത്തിലായിരുന്നു. പട്ടാളക്കാരൻ ഒരു പ്രാവശ്യം ലീവിന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന്റെ നടുക്കെത്തിയപ്പം ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരനല്ലേ, അറ്റൻഷൻ അടിച്ച് ഉറങ്ങി ഒറ്റ നിപ്പായിരുന്നു. എന്നിട്ട് ഉരുള കയറി ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ ഈ വീട്ടിൽ കണ്ട ഓടിയുടെ മോഹം കണ്ട് ഇരിക്കും ഊപ്പാട് തീർന്നു. ഇങ്ങനൊക്കെ ഇരിക്കുക. എവിടാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. ഉഴുന്ന് പലയിടത്തും കൊണ്ടുവച്ച് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഉഴുന്നല്ല സാറേ, ഉഴുന്നുവട. അത് ശരിക്കും ഉഴുന്നുവട എന്ന് പറഞ്ഞതാ. ഉഴുന്നുവട എന്ന് പറഞ്ഞാ ശരിക്കും പറയണം. അവരിരിക്കുന്ന സ്ഥാനത്തല്ലേ ഇരിക്കാവുള്ളൂ. ഞാനൊരു കാര്യം മറന്നുപോയി. ജോസൂട്ടി, അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. അതെന്തിന്? ബൈബിൾ എടുക്കാൻ വിട്ടുപോയിരുന്നു. അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിനാ ബൈബിൾ എടുക്കുന്നത്? അതല്ല ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വലിയ അത്യാവശ്യം കാണുന്ന ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് അവിടെ അതല്ല ഞാൻ പറഞ്ഞു വന്നേക്ക്. ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കണം.
ആ, കിടക്കാനുള്ള നല്ല ഇരിക്കാം. ഇങ്ങോട്ട് വരൂ. 19 കിലോമീറ്റർ ഓട്ടം ഇവിടെ. ഓക്കേ, ദേ. എന്തെങ്കിലും വിളിക്കണം. വിളിക്കുന്നു കേട്ടോ. അപ്പച്ചാ പേടിക്കുന്ന ബൈബിളിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തമിഴിന്റെ, തെലുങ്കിന്റെ, ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ. അവിടെ നീ മേടിച്ചോണ്ട് വന്നാൽ മതി. മലയാളം ഒന്ന് വായിക്കാതെ മലയാളം ഇംഗ്ലീഷ് വായിക്കാം. അവിടെ നിന്ന് കേട്ടോ. അപ്പൊ വിളിക്കുന്നു കേട്ടോ. അപ്പൊ ഓക്കെ എന്നാ ബൈ. ഓക്കെ. ട്രെയിൻ ആറിപ്പോയോ? എന്താ കുഴപ്പമില്ല. നാണം ഉണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട് തീറ്റി തീറ്റി എന്നും പറഞ്ഞ് ഞങ്ങളോടൊന്ന് കാര്യമില്ല. ചോറ് ശകലം തീറ്റി ഇട്ടോട്. തീറ്റി കഴിക്കാൻ അവനെന്താ കുഴപ്പമില്ല. നിങ്ങൾ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് കളിയാക്കാൻ. എന്താ? മാന്യന്മാരെ, എന്താ? ഇവിടെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. ടിക്കറ്റ് എടുക്കാൻ. നിന്നോടൊക്കെ ഒരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. എന്തിന്? ആ ബൈബിൾ കത്തിരിക്കാനോടെ നമ്മളെല്ലാം ടിക്കറ്റ്. അപ്പച്ചാ ഏറ്റ മുടി അത് റെയിൽവേ പോലീസുകാർ വെട്ടിക്കോളും. താങ്ക് യു. അതുപോലെ